ഗുഡ് മോർണിംഗ് എവരിവൺ. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തു പരിശുദ്ധനാണ്, ഹോളിയാണ്. അപ്പൊ യേശുക്രിസ്തു ഹോളി ആയിരിക്കുന്നതുകൊണ്ട് നമ്മളും ഹോളി ആയിരിക്കണം എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ആസ് ഹി ഈസ് ഹോളി വി ഷുഡ് ബി ഹോളി, അല്ലെ? അപ്പോൾ അതാണ് ദൈവത്തിന്റെ ഇഷ്ടം നമ്മളെ പറ്റിയുള്ളത്. ദൈവം പരിശുദ്ധനായിരിക്കുന്ന പോലെ നമ്മളും പരിശുദ്ധരായിരിക്കും എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ പാപമില്ലാത്ത വ്യക്തികളായിരിക്കും. എന്താ പറയുക, പരസ്പരം സ്നേഹിക്കുക, മനഃപൂർവ്വമായിട്ട് ചെന്ന് പാപം ചെയ്യാതിരിക്കുക. പാപം അറിയാതെ ചെയ്തു പോയത് അറിയുന്ന സമയത്ത് ദൈവത്തോട് ക്ഷമിച്ചു വയ്ക്കും. പക്ഷേ അത് മനസ്സിലാക്കുന്ന സമയത്ത് ദൈവത്തോട് ക്ഷമിച്ചു വയ്ക്കും. അല്ലാതെ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വമായിട്ട് പാപം ചെയ്യാതിരിക്കുക, അല്ലെ? പക്ഷെ അപ്പോൾ നമുക്കറിയാം, പോള് വഴി ദൈവം കൊരിന്ത്യൻ ചർച്ചിനെ പറ്റി എഴുതിയിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ അവര് പാപത്തിലാണ്, അല്ലെ? അതേ സമയത്ത് തന്നെ വളരെയധികം സ്പിരിച്വൽ ഗിഫ്റ്റുകളിൽ, അല്ലെ, കൃപാവരങ്ങളിൽ ഒരുപാട് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ചർച്ചുമായിരുന്നു കൊരിന്ത്യൻ ചർച്ച്. അപ്പൊ അത് കൊരിന്ത്യൻ ചർച്ചിനെ പറ്റി തന്നെയാണ് ദൈവം എഴുതുന്നത്. കൊരിന്ത്യൻ ചർച്ചിനുള്ള ലെറ്റർ തന്നെയല്ല, നമുക്ക് എല്ലാവർക്കും ഉള്ള ലെറ്റർ തന്നെയല്ല. നമുക്ക് എല്ലാവരോടും തന്നെ ദൈവം പറയുന്നത്, അല്ലെ? ഇപ്പൊ പോളിനെ ഉപയോഗിച്ചു, പീറ്ററിനെ ഉപയോഗിച്ചു, അല്ലെങ്കിൽ ജെയിംസിനെ, അങ്ങനെയൊക്കെ പലരെ ഉപയോഗിച്ച് ദൈവം ഒരുപാട് ലെറ്ററുകൾ എഴുതി എന്ന് വെച്ചെങ്കിൽ പോലും അത് എഴുതുന്ന ചർച്ചിന് വേണ്ടിയുള്ളത് തന്നെയല്ല, നമുക്ക് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അപ്പൊ ദൈവം പറയുവാണ്, പാപത്തിൽ ആകാതിരിക്കുക, അല്ലെ? റൈച്ചസ്നെസ്സിലേക്ക് അവേക്ക് ചെയ്യുക എന്ന് പറയുക, നീതിയിലേക്ക് ഉണരുക എന്ന് പറയുക. കാരണം മനുഷ്യർക്ക്, യേശുവിന്റെ മക്കൾക്ക് പലർക്കും ദൈവത്തെ അറിയത്തില്ല. അതാണ് ദൈവം പറഞ്ഞത്. അപ്പൊ അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. മുമ്പോട്ട് നമുക്കത് പ്രാർത്ഥിക്കാം, പ്രാർത്ഥിച്ചാൽ സംസാരിക്കാം. കർത്താവ്, ഈ സമയത്ത് നന്ദി പറയുന്നു. കർത്താവ്, അങ്ങയുടെ സ്നേഹം പോലെ സ്നേഹമില്ല. കർത്താവ്, ഞങ്ങൾക്ക് വേണ്ടി അങ്ങയെ തന്നെ വെളിപ്പെടുത്തി തന്നതിനോട് നന്ദി പറയുന്നു. കർത്താവ്, അങ്ങയുടെ സ്നേഹം വളരെ വലുത്, വളരെ ആഴമുള്ളത് കർത്താവ്, അതിന് ഉയരമുള്ളത് കർത്താവ്. അങ്ങയുടെ സ്നേഹം സ്വർഗത്തോളം എത്തുന്നത്. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് യു ഹോളി നെയിം മൈറ്റി ഫാദർ. കർത്താവ്, ഞങ്ങളുടെ കൂടെ ഉള്ളതിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളുടെ ആട്ടിടനായിട്ടിരിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. കൂടെ ഉള്ളതിനായിട്ട് നന്ദി പറയുന്നു. യേശു നാമത്തിന് ആമേൻ. അപേക്ഷിക്കുന്നു, ഹൃദയത്തെ പരിശുദ്ധമാക്കണം, പ്രിപ്പയർ ചെയ്യണം, അപേക്ഷിക്കും. സ്പിരിറ്റോട് സംസാരിക്കണമേ, യേശുവിന്റെ നാമത്തിന് ആമേൻ. നമുക്കിന്ന് കൊരിന്ത്യർക്ക് വിഭാഗം 1 കൊരിന്ത്യർക്ക് ലേഖനത്തിലെ 15 ചാപ്റ്ററിന്റെ 34 വാക്യങ്ങളെ പറഞ്ഞിരിക്കും. 1 കൊരിന്ത്യന്റെ 15 ചാപ്റ്ററിന് 34 വാക്യങ്ങളെ പറഞ്ഞിരിക്കുന്നത്, നീതിക്ക് നിർമ്മതരായി ഉണരുവിൻ, പാപം ചെയ്യാതിരിപ്പൻ. ചിലർക്ക് ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമില്ല. ഞാൻ നിങ്ങൾക്ക് ലജ്ജയ്ക്കായി പറയുന്നു, ഞാൻ നിങ്ങളെ ലജ്ജിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പറയുന്നത് എന്നാണ് പോള് കൊരിന്ത്യൻ ചർച്ചിനോട് പറഞ്ഞത്. അപ്പൊ കൊരിന്ത്യൻ ചർച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, കൃപാവരങ്ങൾ ഭയങ്കരമുണ്ടായിരുന്ന ഒരു ചർച്ചാണ്. കൃപാവരങ്ങളില് ടോപ്പ് ഗിയറിൽ പോയി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു. അതായിരുന്നു ഒരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. പക്ഷെ അതേ സമയത്ത് തന്നെ പാപ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു ചർച്ചുമായിരുന്നു അവര്. നിറച്ചും പാപം ഉണ്ടായിരുന്ന ഒരു ചർച്ചാണ്, അല്ലെ? പലതരത്തിലുള്ള ഡിവിഷനുകളും എന്താ പറയുക, സെക്ഷൽ ഇമ്മോറാലിറ്റിയും, അങ്ങോട്ടും ഇങ്ങോട്ടും ലോ സ്യൂട്ട് കൊടുക്കുകയും കേസ് കൊടുക്കുകയും, ഐഡിൽസിന്, വിഗ്രഹങ്ങൾക്ക് സമർപ്പിച്ച ഭക്ഷണം കൊടുക്കുകയും, പിന്നെ അതിനേക്കാളും ഉപരിയായിട്ട് വേറെ ഒരു കൂട്ടര് അതേ ചർച്ചിൽ തന്നെ പറയുന്ന റിസറക്ഷൻ, ഉയർത്തെഴുന്നേൽപ്പ് അതില്ല എന്ന് പറയുന്നു. അങ്ങനെ പല രീതിയിലും പാപം കൊണ്ട് നിറഞ്ഞിരുന്ന ചർച്ച. അതേ സമയത്ത് അവർ അവരുടെ കൃപാവരത്തിലും ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നു ചുരുക്കം, അല്ലെ? സ്പിരിച്വൽ ഗിഫ്റ്റുകളിൽ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ അങ്ങനെയാകുമ്പം ഇവിടെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സ്പിരിച്വൽ ഗിഫ്റ്റുകളിൽ അല്ലെങ്കിൽ കൃപാവരങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത് അല്ല ഒരു വ്യക്തി ദൈവവുമായിട്ട് എത്രമാത്രം അടുത്ത് നിൽക്കുന്നു എന്നുള്ളതിന്റെ മാനദണ്ഡം, അല്ലെ? ദൈവത്തിൽ നിന്ന് അകലത്തിലായിരിക്കുമ്പോഴും കൃപാവരത്തിൽ ഓപ്പറേറ്റ് ചെയ്യാം, ദൈവത്തിൽ നിന്ന് അകലത്തിലായിരിക്കുമ്പോഴും അനോയിന്റഡ് ആയിരിക്കാം എന്ന് പറഞ്ഞതിന് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിപ്പോ പിശാചിനെ എടുത്ത് നോക്കുവാണ്, സൈറ്റനെ എടുത്ത് നോക്കുവാണെങ്കിൽ, അവൻ വളരെയധികം അനോയിന്റഡ് ആയിട്ടുള്ള ഒരു ചെറൂബായിരുന്നു, അല്ലെ? എന്താ പറയാ, അഭിഷേകമുള്ള ഒരു ചെറൂബായിരുന്നു. ദൈവത്തിന്റെ മുമ്പിൽ നിന്ന ഒരു മാലാഖയാണ്, അല്ലെ? അവന് അഭിഷേകത്തിന് കുറവൊന്നുമില്ല, അനോയിന്റിങ്ങിന് കുറവൊന്നുമില്ല. പക്ഷെ ഇല്ലാത്തത് എന്താണ്? ദൈവം കൂടെ ഇല്ല, അല്ലെ? പക്ഷെ നമ്മള് ആക്സിന്റെ അകത്ത്, അപ്പോസ്തല പ്രവർത്തിക്കകത്ത് 10 ചാപ്റ്ററിലേക്ക് പോകും, 38 വാക്കില് യേശുക്രിസ്തുവിനെ പറ്റി ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തു പിതാവ് യേശുവിനെ ഹോളി സ്പിരിറ്റ് കൊണ്ട് അഭിഷേകം ചെയ്തിരുന്നു.
ഹോളി സ്പിരിറ്റിനാലും പവറിനാലും അഭിഷേകം ചെയ്തിരുന്നു. യേശു അവിടെയെല്ലാം എന്താ പറയുക പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും എല്ലാം പോയി നല്ല കാര്യങ്ങൾ ചെയ്യും. മനുഷ്യരുടെ ശരീരത്തിൽ നിന്ന് ഡീമൺസിനെ ഓടിക്കും, സുഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് അല്ലെ, അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് എന്താ ക്വാളിഫിക്കേഷൻ യേശുവിനുണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാല് ദൈവം പിതാവ് യേശുവിന്റെ ഒപ്പം ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ നമുക്ക് നമ്മുടെ അനോയിന്റിങ്ങോട് കൂടി തന്നെ ദൈവവും നമ്മുടെ കൂടെ ഇല്ലായെങ്കിൽ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മുടെ കൂടെ ഇല്ലായെങ്കിൽ നമ്മളെ അനോയിന്റിങ് കൊണ്ട് നടന്നിട്ട് യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല. അപ്പൊ അതാണ് ഇവിടെ കൊരിന്ത്യൻ ചർച്ചിനെ പറ്റി പോള് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് ഇത് എഴുതുന്നത് നിങ്ങളെ ലജ്ജിപ്പിക്കുന്നതിനായിട്ട്, കാരണം അതുപോലത്തെ പരിപാടിയാണ്, നിങ്ങൾക്ക് ലജ്ജയ്ക്കായിട്ട് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് അതുപോലത്തെ കാര്യങ്ങളാണ് കൊരിന്ത്യൻ ചർച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കൊരിന്ത്യൻ ചർച്ചിനെ കുറ്റപ്പെടുത്താൻ യാതൊരു അവകാശവും നമ്മൾക്കില്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പലരും അല്ലെ, യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന പലരും ചെയ്യുന്നത് കൊരിന്ത്യൻ ചർച്ചിനെ ചെയ്തതിനോട് തന്നെ കടപിടിക്കുകയും പിന്നെ അതിനേക്കാളൊക്കെ മുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് പല ചർച്ചുകൾ നടക്കുന്ന കാര്യത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കൊരിന്ത്യൻ ചർച്ചുകാർ ഇങ്ങനെ മോശപ്പെട്ടവരായിരുന്നല്ലോ എന്ന് അവരെ കുറ്റപ്പെടുത്താൻ നമുക്കൊരു യാതൊരു വിധത്തിലുള്ള ഒരു അർഹതയുമില്ല. ഇവിടെ പറഞ്ഞിരിക്കുക നീതിക്ക് നിർമ്മതരായി ഉണരുവേൻ. ഇംഗ്ലീഷ് ബൈബിളിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് awake to righteousness എന്ന് പറഞ്ഞാൽ ഇവര് റൈച്ചസ്നെസ്സിലൊന്നും ആയിരുന്നില്ല അല്ലെ. അപ്പൊ നീതിക്ക് നിർമ്മതരായി ഉണരൂ, നീതിയിലേക്ക് ഉണരൂ എന്ന് പറയാം. അപ്പൊ എന്ന് വെച്ചാല് ഇവര് ഉണരുന്നവരാരെ കിടക്കുന്ന ആൾക്കാർ അല്ലെ. ഇവര് ഉറങ്ങിക്കിടക്കുവായിരുന്നു, ഇവര് നീതിയൊന്നും ചെയ്യാതെ പാപത്തിൽ ഉറങ്ങിക്കിടക്കുക ഇവർ ചെയ്യുന്നത്. ഒരു കാലത്ത് രക്ഷിക്കപ്പെട്ടവരായിരുന്നു അല്ലെ, രക്ഷയുടെ അനുഭവത്തിലുള്ളവരായിരുന്നു, യേശുവിന്റെ രക്തം കൊണ്ട് വാഷ് ചെയ്യപ്പെട്ടവരായിരുന്നു. പക്ഷെ അവര് പിന്നെ അവരുടെ ജഡത്തിന്റെ ജീവിത രീതിയിലേക്ക് അവര് പോയിരിക്കുക. അപ്പൊ നമുക്കറിയാം ഗലാത്യർക്കകത്ത് ലേഖനത്തിൽ 5ാമത്തെ ചാപ്റ്റർ ഇങ്ങനെ പറഞ്ഞിരിക്കുക, നമ്മളെ ഫ്രീ ആക്കിയിരിക്കുന്ന ഫ്രീഡത്തിന് വേണ്ടിയല്ല, തിരിച്ച് നമ്മുടെ പഴയ ജഡത്തിന്റെ സ്വഭാവത്തെ നമ്മളൊന്ന് പരിപോഷിപ്പിച്ചെടുക്കാൻ വേണ്ടിയല്ല ദൈവം നമ്മളെ എന്താ പറയുക ഹീലല്ല, നമ്മളെ ഓഫ് കോഴ്സ് ഹീലല്ല, നമ്മുടെ സോളിന്റെ ഹീലിംഗ് അല്ലെ, നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നു, ദൈവത്തിന്റെ രക്തം കൊടുത്ത് വീണ്ടെടുത്തിരിക്കുന്നു. അപ്പൊ അതുപോലുള്ള തിരിച്ചു മോശപ്പെട്ട രീതിയിലേക്കുള്ള ഒരു പോക്ക് പോകുന്നതിന് വേണ്ടിയല്ല അല്ലെ, നമ്മള് അവനിലായിരിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പൊ അതിനുവേണ്ടിയാണ് ഇവിടെ പോൾ വഴി ദൈവം പറയുന്നത് എന്താ പറയുക, പാപം ചെയ്യാതിരിപ്പിൻ. ഒരു ചർച്ചിനോടാ പറയുന്നത്, ലോകത്തോടല്ല പറയുന്നത്, ചർച്ചിനോടാ മൊത്തം ദൈവം പറഞ്ഞത് പാപം ചെയ്യാതിരിപ്പിൻ അല്ലെ. പാപം ചെയ്യാതിരിക്കുക എന്ന് പറയുമ്പോൾ മനഃപൂർവ്വമായിട്ട് പാപം ചെയ്യാതിരിക്കുക അല്ലെ, മനഃപൂർവ്വമല്ലാതെ പറ്റിപ്പോകുന്ന പാപങ്ങൾ പലതുമുണ്ട് അല്ലെ. പറയുന്ന ചില വാക്കുകൾ, ചെയ്യുന്ന ചില പ്രവർത്തികൾ പാപമാണെന്ന് പോലും ഓർക്കാതെ, പാപമാണെന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ ചെയ്തു പോകുന്ന പല കാര്യങ്ങളും നമ്മൾ പലരും ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ അതിനെ പറ്റിയല്ല ദൈവം പറയുന്നത്. നമ്മളുടെ കൺട്രോൾ ഇല്ലാത്ത കാര്യത്തെ പറ്റിയല്ല പറയുന്നത്, കൺട്രോളിലുള്ള കാര്യം. ഡേവിഡ് തന്നെ പ്രാർത്ഥിച്ചു തന്നെ, എന്റെ ഉള്ളിന്റെ ഉള്ളില് ഉള്ള ഹിഡൻ സിൻസ്, മറിഞ്ഞിരിക്കുന്ന പാപങ്ങൾ, ഞാൻ അറിയാതെ പാപമായിട്ട് ചെയ്തു പോയത്, പാപമാണെന്ന് പോലും അറിയാതെ ഞാൻ ചെയ്തു പോയ കാര്യങ്ങൾ അതെന്നെ മനസ്സിലാക്കിയാണ്. അപ്പോൾ ക്ഷമ ചോദിക്കാൻ പറ്റും. പക്ഷെ ഞാൻ പ്രശംസസ് ആയിട്ടുള്ള സിന്നിലേക്ക് നയിക്കാതിരിക്കുക, എന്ന് വെച്ചാൽ മനഃപൂർവ്വമായിട്ട് ഞാൻ ചെയ്യുന്ന പാപം, മനഃപൂർവ്വമായിട്ട് ഞാൻ പോയി പാപം ചെയ്യാനുള്ള ആ ഒരു ത്വര എനിക്ക് എന്റെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ ഒന്ന് വിടുവിക്കാനും അതിലേക്ക് എന്നെ നയിക്കരുത് എന്നാണ് ദൈവത്തോട് ഡേവിഡ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. അപ്പൊ അത് തന്നെയായിരിക്കും നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന അല്ലെ. ഞാൻ മനഃപൂർവ്വമായിട്ട് ഒരിക്കൽ പോലും ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കട്ടെ, ഞാൻ മനഃപൂർവ്വമായിട്ട് ദൈവത്തിന്റെ വഴി കൂടെ തന്നെ നടക്കട്ടെ, മനഃപൂർവ്വം ദൈവത്തെ സ്നേഹിക്കട്ടെ, മനഃപൂർവ്വം ദൈവത്തിന്റെ ഫോളോവർ ആയിരിക്കട്ടെ, മനഃപൂർവ്വം എന്റെ ജീവനെ ഞാൻ ദൈവത്തിന് തരട്ടെ, അതെല്ലാം മനഃപൂർവ്വമായിരിക്കട്ടെ. പക്ഷെ ഞാൻ പാപത്തിലായിരിക്കുന്ന ഒരിക്കലും മനഃപൂർവ്വമാകാതിരിക്കട്ടെ, ഞാൻ പാപത്തിലേക്ക് പോകാതിരിക്കട്ടെ അല്ലെ. അതായിരിക്കണം നമ്മളുടെ പ്രാർത്ഥന. അപ്പൊ ഇവിടെ പോള് കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തില് അവരോട് പറയാം, ഞാൻ ദൈവത്തിനെ നിങ്ങളെ ലജ്ജിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അല്ലെ. നമ്മള് ദൈവത്തിലായിരിക്കുകയും ദൈവത്തിന്റെ കമാൻഡ്മെന്റുകളൊന്നും കേൾക്കാതെ തോന്നിയ രീതിയിൽ നടക്കുകയും ചെയ്യുമ്പോൾ അവനെ നമുക്ക് അറിയത്തില്ല അല്ലെ. അതാണ് ഇവിടെ പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ചിലർക്ക് ദൈവത്തെ കുറിച്ച് പരിജ്ഞാനമില്ല, ദൈവത്തെ അറിയത്തില്ല. അപ്പൊ ഇംഗ്ലീഷ് ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ചിലർക്കെങ്കിലും ദൈവത്തെ അറിയത്തില്ല. നമ്മൾ ദൈവത്തെ അറിയുന്നു എന്ന് പറയുകയും നമ്മളുടെ ഇഷ്ടത്തിന് പ്രകാരം ഉള്ള ജീവൻ നയിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ തന്നെ എന്താ പറയാ പാപം ചെയ്ത് നമ്മൾ കള്ളം പറയുകയോ ചെയ്യുന്നത്. അപ്പൊ ഒന്ന് യോഹന്നാനില് അല്ലെ, 1 യോഹന്നാനിലെ എന്താ പറയുക 2ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ 3ഉം 4ഉം വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു എങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്നു അതിനാൽ അറിയുന്നു, അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയും.
അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളൻ ആകുന്നു, സത്യം അവൻ ഇല്ല. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ക്രിസ്ത്യൻസ് കള്ളന്മാരാന്ന് ചുരുക്കം. ദൈവം പറയാം. കാരണം വെച്ചാല് ദൈവത്തെ അറിയാം, ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തിന്റെ അനുയായികളാണ്, ദൈവത്തിന്റെ ഫോളോവേഴ്സ് ആണ്, യേശുക്രിസ്തുവിന്റെ മക്കളാണെന്നൊക്കെ പറയുകയും പക്ഷെ നമ്മളിൽ പലരും അത് ദൈവത്തിന്റെ വചനം അനുസരിച്ചൊരു ജീവിതം ജീവിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് സമൂഹത്തിൽ കാണുന്ന, നമ്മുടെ ചർച്ചകളിൽ കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരെ പറ്റി ദൈവം ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാല് അവർ കള്ളം ചെയ്യുന്നു, കള്ളന്മാർ ആകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് യേശുവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ട്രാവൽ ചെയ്യുന്നുണ്ടോ, അല്ല മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ജീവിക്കുന്നുണ്ടോ, ദൈവത്തിന്റെ കൽപ്പനകൾ എന്താ പറയണേ അത് ചെയ്യുന്നുണ്ടോ, അല്ലെ ദൈവത്തിന്റെ കൽപ്പന ചെയ്യണം, ദൈവത്തിലായിരിക്കണമുള്ള ഹൃദയം. അതാണ് ഇൻഡിക്കേഷൻ, അല്ലെ ഇൻഡിക്കേഷൻ, എവിഡൻസ് ആണ് ദൈവത്തിലാണ് നമ്മൾ ഉള്ളത്, അല്ലെ. അല്ലാതെ വെറുതെ കുറച്ച് കൃപാവരത്തിൽ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് നമ്മള് ദൈവത്തിലായിരിക്കണം എന്ന് നിർബന്ധമില്ല, അല്ലെ. നമുക്ക് ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് നമ്മുടെ ഉള്ളിലുണ്ടോ, അല്ലെ. അസൂയ പറ്റത്തില്ല, മറ്റുള്ളവരോട് മോശമായിട്ട് പെരുമാറാൻ പറ്റത്തില്ല, നമ്മളെ എന്താ പറയാ കേഴ്സ് ചെയ്യുന്നവരെ കൂടെ ബ്ലെസ് ചെയ്യണം, നമ്മളെ മോശമായിട്ട് രീതിയിൽ നമ്മൾ പെരുമാറുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കണം എന്ന് പറയുന്ന ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ട് അങ്ങനെ ഒരു ജീവിതമാണ് നയിക്കുന്നത്. അതോ എല്ലാവരോടും അസൂയായിട്ട്, എല്ലാവരോടും ദേഷ്യമായിട്ട്, എല്ലാവരോടും ആർക്കും ഒരു നന്മ വരുന്ന പോലും കാണുന്നത് ഇഷ്ടമില്ലാത്ത ഒരു രീതിയിൽ ഉള്ള ഒരു അസൂയ നിറഞ്ഞ ജീവിതമാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലെ. അപ്പൊ അങ്ങനെ അതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നല്ല ഫലമാണ് കായ്ക്കുന്നത്. നല്ല വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലം മാത്രമാണല്ലോ കായ്ക്കുന്നത്. അപ്പൊ അങ്ങനെ നല്ല ഫലമാണ് നമ്മളുടെ ജീവിതത്തിൽ ഉള്ളതെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ യേശുവിലാണ്, അല്ലെ. അപ്പം അങ്ങനെ അല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കൃപാപരത്തിലൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന, പ്രൊഫസിയൊക്കെ പറയുന്നു, ഹീൽ ചെയ്യുന്ന ആൾക്കാരെ ഭയങ്കര ഫെയ്ത്താണ്, എന്താ പറയുക, മല മാറ്റാൻ മാത്രമുള്ള ഫെയ്ത്തൊക്കെ ഉണ്ട്, അല്ലെ. എന്നിരുന്നാൽ പോലും പക്ഷെ നമ്മൾ സ്നേഹത്തിലല്ല ഓപ്പറേറ്റ് ചെയ്യുന്നെങ്കിൽ, ദൈവത്തിന്റെ നന്മയിൽ അല്ല നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നെങ്കിൽ, വെറുതെ സൗണ്ട് ഉണ്ടാക്കുന്ന കുറെ ഇൻസ്ട്രുമെന്റ് മാത്രമാണ് നമ്മളെന്നാണ് നമുക്കറിയാം. കൊരിന്ത്യർക്ക് തന്നെ എഴുതിയ ലേഖനത്തിൽ 13 ചാപ്റ്ററിൽ പറയുന്നത്, അല്ലെ. ദൈവത്തിന്റെ സ്നേഹത്തിൽ ഉറച്ചൊരു വിശ്വാസം അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് പെർഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു ജീവിതമല്ല എങ്കിൽ നമ്മൾ വെറുതെ കുറെ സൗണ്ട് ഉണ്ടാക്കുന്ന കുറെ ഇൻസ്ട്രുമെന്റ്സ് പോലെ, കുറെ ഫർണിച്ചറുകൾ പോലെ ജീവനൊന്നും ഇല്ലാതിരിക്കുന്നത്, അല്ലെ. ജീവനുണ്ടെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെ ജീവനുള്ളിൽ ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ പോള് പറയുക, നിങ്ങൾ ഉറക്കത്തിലാണ്, അല്ലെ. നിങ്ങൾ ഉറക്കത്തിലാണ്, നിങ്ങളുടെ പാവത്തിൻ്റെതായിട്ടുള്ള ഉറക്കത്തിലാണ്, പക്ഷെ നിങ്ങൾ ഇന്ന് റൈച്ചസ്നെസ്സിലേക്ക് നിങ്ങൾ ഉണരൂ എന്നാ പറഞ്ഞിരിക്കുന്നത്, അല്ലെ. അല്ലെങ്കിൽ നമ്മളുടെ കാര്യം ശരിയാവത്തില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ റോമക്കെഴുതിയ ലേഖനത്തിൽ 13 ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ഒരുപാട് ചെയ്യേണ്ട കാര്യത്തെ പറ്റി ഒക്കെ ദൈവം ഇവിടെ പറയുന്നുണ്ട്, അല്ലെ. പോൾ വഴി തന്നെ പറയുന്നത് 7ാമത്തെ വാക്ക് വായിക്കാൻ കാണാൻ പറ്റും. 13 ചാപ്റ്റർ റോമറിന്റെ 13:7 വായിക്കുമ്പോൾ കാണാൻ പറ്റും. എല്ലാവർക്കും കടമായുള്ളത് നികുതി കൊടുക്കേണ്ടവൻ നികുതി കൊടുക്കുക, ചുങ്കം കൊടുക്കേണ്ടവൻ ചുങ്കം, ഭയം കാണിക്കേണ്ടതിന് ഭയം, മാനം കാണിക്കേണ്ടതിന് മാനം. അപ്പൊ ചെയ്യേണ്ട കുറച്ച് കാര്യത്തെ പറ്റിയൊക്കെ ദൈവം പറയുന്നു. 11 തൊട്ട് 14 വരെ പെട്ടെന്ന് വായിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഇത് ചെയ്യേണ്ടത് തന്നെ, അല്ലെ. പിന്നെ അങ്ങോട്ട് പറയുക, ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയുകയാൽ തന്നെ. അപ്പം ഉറക്കത്തിൽ നിന്ന് ഉണർന്നെഴുന്നേൽക്കേണ്ട നാഴിക വന്നിരിക്കുന്നു, അല്ലെ. നമ്മൾക്ക് പലരും ഉറക്കത്തിലാണ്. ആ ഉറക്കത്തിൽ നിന്നല്ല ഉണർന്നെഴുന്നേൽക്കേണ്ട സമയം വന്നിരിക്കുന്നു, അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം, ഇപ്പോഴുള്ള സമയത്തെ പറ്റി നമ്മള് ജാഗരൂകരായിരിക്കേണ്ട സമയം വന്നിരിക്കുന്നു. അവന്റെ വരവ് എപ്പോ വേണമെങ്കിലും നടക്കാം. ഇത് അവസാനത്തെ കാലഘട്ടമാണ്, അല്ലെ. നമ്മൾ ആ 10 കന്യകമാരിലെ 5 കന്യകമാരെ പോലെ ബുദ്ധിയില്ലാതെ ഉറങ്ങിയിട്ട് ഒന്നും പ്രിപ്പയർ ചെയ്യാതിരിക്കുമ്പോ അങ്ങനെ ഒരു അവസ്ഥയെ പറ്റിയല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്. ഉറക്കത്തിൽ നിന്ന് ഉണർന്നെഴുന്നേൽക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. പലരും ഉറക്കത്തിലാണ്, അല്ലെ. പലരും തങ്ങളുടെ പാപത്തിന്റെ ഉറക്കത്തിലാണ്, ലേസിനെസിന്റെ മടിയുടെ ഉറക്കത്തിലാണ്, അങ്ങനെ പലതിന്റെ ഉറക്കത്തിലാണ്. അപ്പൊ അവരിൽ നിന്നെല്ലാം ഉണർത്ത് എഴുന്നേൽക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു, എന്നാൽ സമയം ആയിരിക്കുന്നു എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് സമയം അറിയാം, അല്ലെ. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ചു കളഞ്ഞു വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുവിൻ.
അപ്പൊ രാത്രി കഴിഞ്ഞു പോയിരിക്കുന്നു അല്ലെ, പാപത്തിന്റെ രാത്രി കഴിഞ്ഞു പോയി, ഇരുട്ട് കഴിഞ്ഞു പോയിരിക്കുന്നു. നമ്മൾ ആദ്യം വിശ്വസിച്ച അതിനേക്കാൾ ഒരുപാട് അടുത്താണ് രക്ഷയെന്ന്. നമ്മൾ ആദ്യം വിശ്വസിച്ച സമയത്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് രക്ഷ കിട്ടിയിട്ടില്ല, ജസ്റ്റിഫിക്കേഷൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ അല്ലെ. എന്ന് വെച്ചാൽ നമ്മുടെ പാപം ദൈവം വാഷ് ചെയ്ത് കളയുക തന്നെ ചെയ്തത്, അതല്ലാതെ സാൽവേഷൻ ആ മൊമെന്റ് കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മൾ യേശുവായിട്ട് ഒരുമിച്ച് നടന്ന് അവസാനം അവനെ പോലെ ആയിത്തീരുമ്പോൾ, യേശു വരുമ്പോൾ നമുക്ക് നമ്മുടെ സാൽവേഷൻ നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ട് അല്ലെ. അപ്പൊ അതിനുള്ള സമയമാണിത്. രാത്രി കഴിഞ്ഞു പോയിരിക്കുന്നു, പാപത്തിലായിരിക്കുന്ന ഒരവസ്ഥ കഴിഞ്ഞു പോയിരിക്കുന്നു അല്ലെ, പാപത്തിന്റെ ഒരു അവസ്ഥ കഴിഞ്ഞു പോയിരിക്കുന്നു. ഇപ്പൊ നമ്മള് ഉണർന്നേ പറ്റത്തുള്ളൂ, നമുക്ക് ഉണർന്നെഴുന്നേറ്റേ പറ്റത്തുള്ളൂ. നമുക്ക് നമ്മളുടെ എന്താ പറയാ പകൽ സമയത്ത്, സൽവേഷന്റെ പകൽ, രക്ഷയുടെ പകൽ സമയത്ത് ആയിരുന്നേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മറ്റേ 10 എന്താ പറയാ 5 കന്യകമാരെ പോലെ ആയിപ്പോകും അല്ലെ. ഇവിടെ ഇനി പറഞ്ഞിരിക്കുന്നു, രാത്രി കഴിയാറായി, പകൽ അടുത്തിരിക്കുന്നു, അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ചു കളഞ്ഞു വെളിച്ചത്തിന്റെ ആയുധ വർഗം ധരിച്ചുകൊള്ളുക. പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയെ നടക്കുക, വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിനും അസൂയയിലുമല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. മോഹങ്ങൾ ജനിക്കുവാൻ ജഡത്തിനായി ചിന്തിക്കരുത്. ജഡത്തിന്റെ ചിന്തകളിൽ എന്താ പറയാ പ്രവർത്തിക്കരുത്, ജഡത്തിൽ ആയിരിക്കരുത്. പക്ഷെ യേശുവിനെ നിങ്ങൾ ധരിച്ചുകൊള്ളുക അല്ലെ. പാപത്തിന്റെ നേച്ചർ മാറ്റിക്കൊണ്ട് അല്ലെ, പകൽ എന്ന പോലെ നാം മര്യാദയെ നടക്കേണ്ട സമയം വന്നിരിക്കുന്നു. കാരണം യേശുവിന്റെ വരവ് ഏറ്റവും വളരെയധികം ആയിരിക്കുന്നു. ഇതെല്ലാം പോൾ വഴി ദൈവം എഴുതുന്നത് ചർച്ചുകൾക്ക് വേണ്ടിയെന്ന് വിചാരിച്ചു അല്ലെ. അപ്പൊ ചർച്ചുകളോട് പറഞ്ഞിരിക്കുന്നത് ഉറക്കം ഉണർന്നുള്ള സമയമായിരിക്കുന്നു, അവന്റെ വരവടുത്തിരിക്കുന്നു, രാത്രി കഴിയാറായിരിക്കുന്നു, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഇരുട്ടിന്റെ പ്രവൃത്തികളിൽ നിന്നെല്ലാം വിട്ടുകൊണ്ട് പകലിന് സമയത്ത് നിന്നപോലെ മര്യാദയായി നടക്കുക എന്നൊക്കെ പറയുന്നത് ചർച്ചുകളെ പറ്റിയാണ് പറയുന്നത്. ചർച്ചുകൾക്ക് വേണ്ടിയാണ് ദൈവം എഴുതുന്നത് അല്ലെ. എന്ന് വെച്ചാൽ നമ്മൾക്ക് വേണ്ടിയാണ് എഴുതുന്നത്. അപ്പൊ ദൈവം അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയണമെങ്കിൽ പലരിലും പല ചർച്ചുകളും പലരുടെയും ജീവിതത്തിലും ഒരുപാട് കുറ്റങ്ങളും തെറ്റുകളും ചെയ്തു കൂട്ടുന്നു എന്ന് ചുരുക്കം അല്ലെ. അപ്പൊ കൊരിന്ത്യൻ ചർച്ചിനെ പറ്റി പറഞ്ഞ പോലെ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്ന ചർച്ച് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവരാകാതിരിക്കട്ടെ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്താ പറയാ നിങ്ങളെ ലജ്ജ തോന്നിപ്പിക്കുന്ന വേണ്ടിയാണ് ഞാൻ എഴുതുന്നതെന്ന് പോൾ പറയുമ്പോ അത് ലജ്ജാകരമായിട്ടുള്ള കാര്യങ്ങൾ അവര് ചെയ്യുന്നത്. അപ്പൊ അതുപോലത്തെ പല കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ ക്രിസ്ത്യൻസിന്റെ ഇടയ്ക്ക് നടക്കുന്നത്, പലരും ചെയ്യുന്ന കാര്യം അല്ലെ. ഗ്രേസ് എന്ന് പറയുമ്പോൾ അത് നമ്മൾക്ക് തോന്നിയ രീതിയിൽ ഉപയോഗിച്ച് തീർക്കാനുള്ളതല്ല അല്ലെ. ഗ്രേസ് പീരീഡ് എന്ന് പറയുമ്പോൾ ഇത് ഗ്രേസ് എറയാണ്. ദൈവം നമുക്ക് ചർച്ചിന് വേണ്ടി ഒരുപാട് ഗ്രേസ് തന്നിരിക്കുന്നു പറയുമ്പോൾ അത് യേശുക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നതിന് വേണ്ടിയാണ്, അല്ലാതെ നമ്മളുടെ തോന്നിയ രീതിയിലുള്ള ജീവൻ നയിക്കുന്നതിന് വേണ്ടിയല്ല, നമ്മളുടെ ജഡത്തിന്റെ മോഹങ്ങളെ സഫലമാക്കുന്നതിന് വേണ്ടിയല്ല അല്ലെ. എന്താ പറയുക, പിശാചിന്റെ പിടിയിലായി തീരുന്നതിന് വേണ്ടിയല്ല, പക്ഷെ ദൈവത്തെ ഗ്ലോറിഫൈ ചെയ്യുന്നതിന് വേണ്ടിയും ദൈവത്തിന്റെ മക്കളെ കിങ്ഡത്തിലേക്ക് കൊണ്ടുവരുന്നതിനും വേണ്ടിയാണ് ദൈവം നമുക്ക് ഗ്രേസ് തന്നിരിക്കുന്നത്. സ്പെഷ്യലായിട്ട് എസ്പെഷ്യലി പറയുവാണെങ്കിൽ യേശുക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നതിന് വേണ്ടിയാണ് ദൈവം നമുക്ക് ഗ്രേസ് തന്നിരിക്കുന്നത് അല്ലെ, സ്പെസിഫിക് ആയിട്ട് പറയുവാണെങ്കിൽ. അപ്പൊ അങ്ങനെയുള്ളൊരു എന്താ പറയുക ഒരു ജീവിതമായിരിക്കണം നമ്മൾ നയിക്കുന്നത്. ഗ്രേസ് പീരീഡിലാകുമ്പോൾ ഈ ഗ്രേസ് ഏറെ കഴിഞ്ഞ് പോകുന്ന സമയം വരുന്നു അല്ലെ. ചർച്ച ഉള്ളിടത്തോളം കാലം മാത്രമേ ഗ്രേസ് ഉള്ളൂ, അത് കഴിയുമ്പോൾ ഗ്രേസ് ഒന്നുമില്ല അല്ലെ. അപ്പൊ ദൈവം ഈ ഗ്രേസ് നിർത്തുന്ന ഒരു സമയം വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിന് കഷ്ടപ്പെടും. അപ്പൊ അതിന് ദൈവം പറയുന്നത് വെച്ചാൽ ഇന്ന് നിങ്ങളുടെ രാത്രി കഴിഞ്ഞു പോകാറായിരിക്കുന്നു, പകല് വരിക, സാൽവേഷന്റെ പകല് വരുവാണ്. അപ്പൊ നിങ്ങള് എന്താ പറയുക പാപമില്ലാത്തവരായിരിക്കുക അല്ലെ, മനഃപൂർവ്വമായിട്ട് ചെന്ന് പാപം ചെയ്യാതിരിക്കുക, മനഃപൂർവ്വമായിട്ടുള്ള പാപത്തിലായി തീരാതിരിക്കുക അല്ലെ, നന്മയുള്ള വ്യക്തികളായി ജീവിക്കുക. അതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. പലർക്കും ദൈവത്തെ അറിയത്തില്ല, ദൈവത്തെ അറിയാത്തവരായിട്ട് ജീവിക്കുന്നവരാകാതിരിക്കുക, ദൈവത്തെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളായിരിക്കും. അതിനെപ്പറ്റിയാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത്. പല ചർച്ചിലും കാണിക്കുന്നത് പോലെ, പല ചർച്ചിലും ചെയ്യുന്ന പോലെ, കൊരിന്ത്യൻ ചർച്ചും അല്ലെങ്കിൽ വേറെ നമുക്ക് അറിയാം വെളിപാട് പുസ്തകത്തിൽ എഴുതിക്കുന്ന ചർച്ചുകൾ അല്ലെ, 7 ചർച്ചിനെ പറ്റി പറയുമ്പോൾ 5 മോശമായിരുന്നു. അപ്പൊ അതുപോലുള്ള ചർച്ച് പോലെ ആയി തീരാതിരിക്കുക, അതുപോലുള്ള ഒരു ജീവിതം ആകാതിരിക്കുക അല്ലെ. നമ്മൾ ഇൻഡിവിജ്വൽ ദൈവത്തിലായിരിക്കുക, ദൈവത്തെ വർഷിപ്പ് ചെയ്യുക, ദൈവത്തിന്റെ രീതിയിൽ നടക്കുക, ദൈവത്തിന്റെ കമാൻഡ്മെന്റ്സ് ഫോളോ ചെയ്യുക. അപ്പൊ അതാണ് എനിക്കിന്ന് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥന നിർത്താം.
കർത്താവ് ഈ സമയത്ത് നന്ദി പറയുന്നു കർത്താവ് ലോർഡ് ഫാദർ ഗാഡ്. അങ്ങയുടെ സ്നേഹം പോലത്തെ സ്നേഹമില്ല, അങ്ങയുടെ അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരിക്കുന്ന പോലെ കൂട്ടാളിയായിരിക്കുന്ന പോലെ ഒരാളും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുകയുമില്ല. ഓ മാസ്റ്റർ, അവസാനത്തെ ശ്വാസം വരെയും കർത്താവ് അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. കർത്താവ് ഞങ്ങളുടെ അകക്കണ്ണുകളെ തുറക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിന്റെ ചെവികളെ തുറക്കണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. അങ്ങയുടെ സൗണ്ട് കേൾക്കാനും അങ്ങയുടെ ശബ്ദം കേൾക്കാനും അങ്ങോട്ട് സംസാരിക്കാനും കർത്താവ് അങ്ങയെ പോലെ ആയിത്തീരുന്നതിന് വേണ്ടി നന്ദി പിതാക്കൾ തന്നെ. കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ലോർഡ് ഫാദർ. അങ്ങയ്ക്ക് വേണ്ടി നിലകൊള്ളാനുള്ള ഒരു ഒരു കൃപ എല്ലാവർക്കും, എനിക്കും അവർക്കും തരണമെന്ന് അപേക്ഷിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഇത് കേട്ട നന്ദി. ദൈവത്തിനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ.